വളരെ നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനിപ്പോൾ ഒരു മാസമേ ആയിട്ടുള്ളൂ മിനിസ്റ്ററായിട്ട്. അതിനിടയിൽ ഇപ്പോൾ കേരളത്തിലെ പൊതുവായിട്ടുള്ള ടൂറിസം രംഗത്ത് നിൽക്കുന്ന വിവിധ മേഖലയിലുള്ള ആളുകളുമായിട്ട് സോണൽ വൈസ് അല്ലാതെ തന്നെ ജനറലായിട്ട് അവരുമായിട്ടുള്ള ഒരു ഒന്നിലധികം മീറ്റിങ്ങുകൾ ഞാൻ നടത്തിയിരുന്നു ഈ ഒരു മാസത്തിനകത്ത് തന്നെ. ചില ഡെസ്റ്റിനേഷൻസിലും പോയിരുന്നു, ഇങ്ങോട്ട് വന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മൂന്നാർ പോയിരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ. അവിടെ കുറച്ച് ലോക്കൽ ആൾക്കാർ ടൂറിസ്റ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇഷ്യൂ വന്ന സമയത്ത് അതൊരു ചീത്തപ്പേരായാൽ പിന്നെ നമുക്കത് മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫസ്റ്റ് ടൈം തന്നെ അങ്ങ് പോയത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഇവരുടെ നമ്മുടെ ഈ മേഖലയിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൻ്റെ കൂടി ഒരു അഭിപ്രായത്തിലാണ് അവരെല്ലാവരും പറഞ്ഞൊരാവശ്യമാണ്, ദീർഘകാലമായിട്ടുള്ള ഒരാവശ്യമാണ്. ഈ മേഖലയിലുള്ളവർ തമിഴ്നാടും കേരളവും മാത്രമാണ് ഇന്ത്യയിൽ ടൂറിസത്തിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുത്തിട്ടില്ലാത്ത രണ്ട് സംസ്ഥാനങ്ങൾ. അപ്പം നമ്മൾ വന്നതോടുകൂടി ഇനി തമിഴ്നാട് മാത്രമാണ് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കാത്തത്. അപ്പോൾ GTM നടന്ന സമയത്ത് ഞാൻ പോയിരുന്നു. അവിടെ ആന്ധ്ര ടൂറിസം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ ടൂറിസത്തിൽ മോഡലായി കാണുന്നത് കേരളത്തെയാണ്, പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ എത്രയോ നാളുകൾക്ക് ടൂറിസത്തിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുത്തു, പക്ഷേ കേരളം കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് പഠിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം കേരളം വളരെ കാലം മുമ്പേ ഇതിനകത്തൊരു പൈനിയർ പൊസിഷൻ എടുത്ത ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി കൂടിയാണ്, ഈ അഭിപ്രായങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഞങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടാണ് ടൂറിസത്തിന് ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കാനുള്ള ഡിക്ലറേഷൻ ബഡ്ജറ്റിലുണ്ടായത്. അതിനി ഏതെല്ലാം മേഖലയിലാണ് ഈ മേഖലയിലെ ഇൻവെസ്റ്റേഴ്സിന്, സംരംഭകർക്ക് ഒക്കെ സഹായകരമാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഞങ്ങളിരുന്ന് വർക്കൗട്ട് ചെയ്യണം. നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, വെറുതെ പറഞ്ഞു പോയതല്ല CM, അതിനോട് ഒരു വാക്കുകൂടി പറഞ്ഞു. വ്യവസായത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇനി മുതൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അനൗൺസ്മെന്റ് ജസ്റ്റ് നടത്തി പോയതല്ല, വേണേ അങ്ങനെ നടത്തി പോവാം. അതിൻ്റെ കൂടെ ബജറ്റ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ റെഡിലി അവൈലബിൾ ആണ്, എല്ലാവരുടെയും കയ്യിൽ. ഇപ്പോൾ മിക്കവാറും നിങ്ങളുടെ എല്ലാം വാട്സാപ്പിൽ അതിൻ്റെ PDF കോപ്പി ഉണ്ട്, നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അത് ഏതെല്ലാം മേഖലയിലാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ചില ആളുകൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു ഹോം സ്റ്റേ. പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് എങ്ങനെയാണ് ഇതിന് ലൈസൻസ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റ് ഇൻവെസ്റ്ററുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം കേന്ദ്രതലത്തിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അവിടെ ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ബന്ധപ്പെട്ട ഇടത്തേക്ക് എത്തിയിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കുന്ന പ്രയാസം പരിഹരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് ആക്കാം. സിംഗിൾ വിൻഡോ ക്ലിയറൻസിന് പല കാര്യങ്ങളിൽ ഏകജാലക ക്ലിയറൻസ് കിട്ടാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ഏതെല്ലാം കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സുമായി കൂടി ചേർന്ന് കിടക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുമായിട്ടല്ലായിരുന്നു ഞാനതിൻ്റെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ശ്രീ BUK IAS നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. തയ്യാറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു.
നമുക്ക് ഈ മേഖലയെ സഹായിക്കാൻ കഴിയും. ഞാനത് സീമിനോട് പറഞ്ഞപ്പോൾ, ഞാൻ ബ്രീഫ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതാണ്ട് 45,000 കോടിയാണ് GDP-യിലേക്ക് ടൂറിസത്തിൻ്റെ ഷെയർ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് 15 ലക്ഷം ആളുകൾക്കാണ് അവർ ജോലി കൊടുക്കുന്നത്. സോ നമ്മൾ അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറഞ്ഞ ഒരു തീരുമാനം നമ്മളെടുത്തത്. ഓരോ സെക്ടർ വൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ സ്പീച്ചിൽ കുറേ സ്ഥലങ്ങളെ പറയുള്ളൂ, പക്ഷേ ജനറൽ പോളിസിയിലാണ് നമുക്ക് ഇതെല്ലാം എടുക്കാൻ പറ്റും. ജനറൽ പോളിസി ആപ്ലിക്കബിൾ ടു ഓൾ ആണ് നമ്മളെടുത്തത്. ഇൻഡസ്ട്രി സ്റ്റാറ്റസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ണൂരും കാസർഗോഡും ഇതൊക്കെയാണ്. പിന്നെ കൊച്ചി വരെ അല്ല, ഇപ്പോൾ ചൂരൽമല വന്നതിന് ശേഷം വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ടായി. ഈ മുണ്ടക്കൈ ചൂരൽമലയ്ക്ക് ശേഷം ആളുകൾക്കിടയിൽ ഒരു ഭയം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രാൻഡ് വയനാട് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചത്. കൊച്ചിയിൽ വരെ നിന്നില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കൊച്ചിയും തൃശ്ശൂരും പാലക്കാടും മലപ്പുറവും കോഴിക്കോടും ഒക്കെ കഴിഞ്ഞിട്ടാണ് വയനാട്ടിൽ വന്നത്. സ്വാഭാവികമായും നിങ്ങളെല്ലാവരും പറഞ്ഞ കറക്റ്റാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു പൊതു അപ്രോച്ചുണ്ട്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം ടൂറിസവും കൾച്ചറും ഒരു മന്ത്രി കൈകാര്യം ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട. ഇപ്പം ലാസ്റ്റ് പറഞ്ഞ തെയ്യത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ടൂറിസവും അദ്ദേഹം വന്നിരിക്കുന്ന ടൂറിസത്തിൻ്റെ മീറ്റിങ്ങിലാണ്. തെയ്യം എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ കോമ്പീറ്റ് ചെയ്ത് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ചില പൊട്ടൻഷ്യലുകളാണ് ഈ പറഞ്ഞ ഹൗസ് ബോട്ട്, നമ്മുടെ കലാരൂപങ്ങൾ, ഇതൊക്കെ. അപ്പം ഇപ്പോൾ സഞ്ചാരികൾ, ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നത് എന്നെക്കാൾ കൂടുതൽ ഈ മേഖലയിലുള്ള നിങ്ങൾക്കറിയാം, ഈ സ്ഥലം കാണാൻ വരുന്നവരല്ല. ആ ടൂറിസത്തിൻ്റെ കാലം കഴിഞ്ഞു, ഇത് അനുഭവിക്കാൻ വരികയാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം വേണം. ആയുർവേദം വേണം, വില്ലേജ് ലൈഫ് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം, തെയ്യം കാണണം, പടയണി കാണണം, വള്ളംകളി കാണണം. ഇപ്പോൾ പാലക്കാട് ജില്ലയാണെങ്കിൽ തോൽപ്പാവ് കൂത്ത് കാണണം, ആയുർവേദം അതിൽ കൂടെ അവർക്ക് കടന്നു പോകണം. അപ്പം ഇത് എല്ലാം കൂടി, ഇത് രണ്ടിനെയും കൂടെ സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മാർക്കറ്റിംഗുകാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. ഞാൻ മാർക്കറ്റിംഗുകാരോടൊരു മീറ്റിംഗ് എടുത്തിരുന്നു. ഈ വരുന്ന ടൂറിസത്തിൻ്റെ കലണ്ടർ തയ്യാറാക്കുമ്പോൾ ഈ കൾച്ചറൽ ഇവൻറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് കൊണ്ടുള്ള ടൂറിസം കലണ്ടർ തയ്യാറാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിൽ നോക്കുന്ന ഇവിടേക്ക് ജൂൺ മാസത്തിൽ വരാൻ, അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ, നവംബർ മാസത്തിൽ കേരളം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടൂറിസ്റ്റിന് നവംബറാണ്, അപ്പോൾ തെയ്യമുണ്ട്. അപ്പോൾ അവരുടെ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ അവർ കൊച്ചിയിൽ ഇറങ്ങി മൂന്നാർ പോയി, കുമരകത്ത് ചെന്ന് ബാക്ക് വാട്ടറിൽ പോയി ഹൗസ് ബോട്ടിൽ അവിടെ കയറി കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകത്തില്ല. അവർ പറയുന്നത് അവരിത് കണ്ടിട്ടാണ് വരുന്നത് വെബ്സൈറ്റിൽ. നവംബറാണ് അല്ലെങ്കിൽ ഡിസംബറാണ്. അപ്പോൾ അവർ കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്ക് വന്ന് കണ്ണൂർ വന്നിട്ടേ പിന്നെ അവരെ യാത്ര പൂർത്തിയാക്കത്തുള്ളൂ. അപ്പോൾ പടയണിയുടെ മാസമുണ്ട്. പടയണി ഇതുപോലെയാണ്. പടയണിയാണെങ്കിൽ നിലമ്പേരൂർ പടയണിക്ക് ഒരു സമയമാണ്, എലന്തൂർ പടയണിക്ക് വേറൊരു സമയമാണ്, കടമ്മനിട്ട പടയണിക്ക് വേറൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊടുക്കാം. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് വന്നു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വന്നവരാണ്. അപ്പോൾ അവർ നോക്കുകയാണ് ഈ സമയത്താണ് എലന്തൂർ പടയണി നടക്കുന്നത്. അപ്പോൾ അവർ യാത്ര ചെയ്യും, എലന്തൂരേക്ക് പോകും. അപ്പം അങ്ങനെ ഉത്തര മലബാറാണെങ്കിൽ ഇത്തരം കലകൾ കൊണ്ട് ഏറ്റവും സമ്പന്നമായ സ്ഥലമാണ്. ഇപ്പൊ കണ്ണൂർ, കാസർഗോഡ് ആകുമ്പോൾ യക്ഷഗാനവും ഉണ്ട്, കാസർഗോഡുണ്ട്. അപ്പൊ അങ്ങനത്തെ
കാര്യങ്ങൾ കൂടി നമുക്ക് നമ്മുടെ ഈ കലാ പാരമ്പര്യങ്ങളെയും അതിൻ്റെ ചേർത്തുകൊണ്ടുള്ള ഒരു ടൂറിസം കലണ്ടർ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ വർഷം മുതലാക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ടൂറിസം വെബ്സൈറ്റിൽ കാര്യമായി കണ്ണൂരിലെ ഈ ടൂറിസം പ്രോഡക്റ്റുകളെ കുറിച്ചൊന്നും തന്നെ ഇല്ല. അത് ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് ഇന്ന് തന്നെ അത് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് അത് മനസ്സിലാവും. വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിട്ടുള്ള മാറ്റം അത് നിങ്ങൾക്ക് ഒരു മാസത്തെ സമയം എനിക്ക് തന്നാൽ മതി. അത് ഞാനത് മാറ്റാമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഇപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു, ഇന്നലെ വന്ന ബഡ്ജറ്റിൽ തന്നെ ഞാൻ ഇപ്പം ഈ ഗുരുവായൂർ, ശബരിമല, കൊട്ടിയൂർ, തിരുപ്പതി മോഡൽ മാതൃകയിൽ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നു. തീർച്ചയായും ഇതിപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ എന്നെ ഒത്തിരി ആൾക്കാർ, അത് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. കണ്ണൂരിലെ എല്ലാ സ്ഥലത്തേക്കും അവർ പോകും. അപ്പം അത് കണ്ണൂരിൻ്റെ ടൂറിസത്തിന് ഏറ്റവും വലിയ ഭാവിയല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ഇനി ഭാവി എന്ന് പറയേണ്ട കാര്യമില്ല. വരും വർഷങ്ങളിൽ ഇതിൻ്റെ ഇരട്ടി ആളുകളായിരിക്കും പിന്നെ ഇവിടേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കും. ഇന്നിപ്പം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായി അവിടെ ബീച്ചിൽ. നമ്മുടെ ലൈഫ് ഗാർഡ് ഒരാളെ രക്ഷപ്പെടുത്തി, പക്ഷേ രണ്ടാമത്തെ ആളെ രക്ഷപ്പെടുത്താൻ അയാളുടെ തിരച്ചിൽ നടക്കുകയാണ്. അവിടെ ഞാൻ ചെന്നു, മനസ്സിലായ ഒരു കാര്യം, ബീച്ചിലാകെ 2 ലൈഫ് ഗാർഡ്സ് മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം മുതൽ തന്നെ അവിടെ വളരെ നീളത്തിലുള്ള ബീച്ചാണ്. അതുകൊണ്ട് കൂടുതൽ ലൈഫ് ഗാർഡ്സിനെ അവിടെ പോസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടാണ്. അതുപോലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ 3-4 ഭാഷകളിലുള്ള സൈൻ ബോർഡുകൾ അവിടെ വയ്ക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്ന ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിലുള്ള ആളുകളെ അർജൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊടുത്തിട്ടാണ് ഞാൻ പോരുന്നത്. അതേപോലെ ഈ നമ്മളിപ്പം ഡെസ്റ്റിനേഷനുകളൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലത്തെ ബഡ്ജറ്റിൽ അത് എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തേക്കുമാണ്, ഒരു സ്ഥലത്തേക്കാണ്. പൈലറ്റ് ഒരു 3 സ്ഥലം പറഞ്ഞെങ്കിൽ പോലും അത് ഒരു മാസത്തേക്ക് ആ പൈലറ്റ് ഒന്ന് നോക്കിയിട്ട് അടുത്ത മാസം മുതൽ കേരളത്തെ എല്ലാ ഡെസ്റ്റിനേഷനിലേക്കും ഗ്രീൻ മാർഷൽസിനെ നമ്മൾ വെക്കുകയാണ്. നമ്മുടെ ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചുള്ള ടൂറിസ്റ്റുകളുടെ ഒരു പരാതി ക്ലീൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും ആരാണ് ക്ലീനായി സംരക്ഷിക്കേണ്ടത്? പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വമാണോ, വേറെ ആരെങ്കിലും ഉത്തരവാദിത്വമാണോ എന്നൊക്കെയുള്ള തർക്കത്തിൽ അങ്ങനെ കിടക്കുക. അപ്പം അതുകൊണ്ട് ടൂറിസത്തിൻ്റെ തന്നെ ഒരു സേന ഡെസ്റ്റിനേഷൻസിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവുകയാണ്. അത് കണ്ണൂരും ഗ്രീൻ മാർഷൽസിൻ്റെ സേവനം ഉണ്ടാകും. ബഡ്ജറ്റിൽ 4 സ്ഥലമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, കണ്ണൂരും ഗ്രീൻ മാർഷലിനെ നമ്മൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആയുർവേദത്തിൻ്റെ കാര്യത്തിൽ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. അത് ഈ വെൽനസ് ടൂറിസം മാത്രമായി പോകുന്നു. അതിനോടൊപ്പം തന്നെ ആയുർവേദത്തിൻ്റെ ഒരു ഗുണമാണ്, ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടൂറിസ്റ്റ്, ഇവർ അന്താരാഷ്ട്ര ടൂറിസം സംഘടനകൾ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കുന്നത്, ഒരാൾ ഒരു ഹോട്ടലിൽ ഒരു ദിവസം താമസിച്ചാൽ ഒരാളായിട്ടാണ്. അയാൾ ഒരു ദിവസവും കൂടി അവിടെ താമസിച്ചാൽ 2 ആൾ വന്നു എന്നാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരാളെ താമസിച്ചിട്ടുള്ളൂ. അതേ 3 ദിവസം ഒരു ഹോട്ടലിൽ താമസിച്ചാൽ 3 ആൾ വന്നു എന്നാണ്. അത് ലോകത്ത് മുഴുവൻ ഇതാണ് മാതൃക. ഈ ഫുഡ് ഫാൾ എടുക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയുർവേദത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ നമ്പർ കിട്ടുന്നത്. കാരണം കുറഞ്ഞത് 7 ദിവസം ഒരാൾ, 7 ദിവസത്തിൽ കുറഞ്ഞൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരാൾ വന്നു ഒരു ആയുർവേദ ആശുപത്രിയിൽ, ഒരു വൈദ്യശാലയിൽ, ഒരു സെന്ററിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ 7 ആൾ വന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ലാതെ വരുന്നത് ചിലപ്പോൾ ഒരു ദിവസം വന്ന് അവർ, അല്ലെ 2 ദിവസം വന്ന് അവർ തിരിച്ചു പോകും. ആയുർവേദത്തിൽ വരുന്നവർ 7 ദിവസം കിട്ടും. പിന്നെ ഒരു തവണ വന്ന് ചെയ്യുന്നവർ കണ്ടുവരുന്ന ഒരു പ്രവണത അടുത്ത വർഷം കൃത്യമായിട്ട് അവർ
വരും. ഇത് അടുത്ത അതേ സമയത്ത് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഗവൺമെൻറ് അക്കാര്യത്തിൽ ആ നിർദ്ദേശങ്ങൾ നിവേദനമായിട്ടൂടെ തന്നിട്ടുണ്ട്, അത് സ്വീകരിക്കാം. പൊതുവിൽ എല്ലാം ഞാൻ കവർ ചെയ്തെന്ന് കരുതുന്നു. പിന്നെ ക്രൂസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ആലപ്പുഴയെ ആശ്രയിക്കേണ്ടി വരുന്നു കൂടുതലായി. എന്ത് പരിഹാരമാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കാം. ലളിതമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നിലവിലുള്ള പ്രോജക്റ്റുകളെ സംബന്ധിച്ച് ഒരു പഠനം നടത്താം. സെൻട്രൽ പ്രോജക്റ്റുകൾ നഷ്ടമാകാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇനി എന്തെങ്കിലും നമ്മൾ അധികമായിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത മാസം കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് പോയി സംസാരിച്ച്, ശരിയാണ്, കാരണം നമുക്ക് നമ്മുടെ ഫണ്ട് മാത്രമായിട്ട് പിന്നെ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റത്തില്ല. സെൻട്രൽ ഫണ്ട് അതിനകത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ലഭിക്കാവുന്നതൊക്കെ ഒന്നും നഷ്ടപ്പെടാതെ ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു പദ്ധതിയും നമ്മൾ പുതിയ ഗവൺമെൻറ് വന്നു എന്നതിൻ്റെ പേരിൽ അത് ഇല്ലാതാക്കാനൊന്നും നമ്മൾ ശ്രമിക്കില്ല. അങ്ങനത്തെ ഒരു സമീപനവും ഇല്ല. കാരണം അത്രയും പൈസ നഷ്ടമല്ലേ. ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കുറേ കോടി മുടക്കി, അപ്പോൾ നമ്മൾ ഇനി അത് വേണ്ട, അത് പൂർത്തിയാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കും. അപ്പം എന്തായാലും നമുക്കിത് തുടക്കം ആദ്യത്തെ ഒരു മീറ്റിംഗ് ആയിട്ട് കണ്ടാൽ മതി. എന്നെ അതൊന്ന് ചോദിക്കും. ഇതുവരെ ഇല്ലാത്തൊരു കീഴ്വഴക്കമായതുകൊണ്ട് അതിനെന്താ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് 3 വർഷമായിട്ട് നിങ്ങൾ നടത്തുന്നുണ്ട് മലബാർ. അത് കുറച്ചും കൂടെ ഒഫീഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടെ സഹായം എങ്ങനെ നിങ്ങൾക്ക് നൽകാൻ കഴിയുമെന്നുള്ളത് ആലോചിച്ചിട്ട് പറയാം. ഒഫീഷ്യൽ ആകുമെന്നുള്ളത് കുറച്ചും കൂടി ഇത്രയും ചെയ്യാം. നമുക്കൊരു 3 മാസത്തിന് ശേഷം ഒന്നുകൂടി ഇരിക്കാം, ഒന്ന് റിവ്യൂ ചെയ്യാം. നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ടീമായിട്ടാണ് പോണത്. നിങ്ങൾ നമ്മളും രണ്ടായിട്ടല്ല പോണത്. നിങ്ങളെ കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു.